ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഒത്തിരിയേറെ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മളിന്ന് വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ കരുണയുടെ ആഴം വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ധൂർത്തപുത്രന്റെ ഉപമ. എല്ലാ പാപികൾക്കും അഭയമായിട്ട് കർത്താവിൻ്റെ കരുണ നമ്മളെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ ധൂർത്തപുത്രന്റെ ഉപമയിൽ കാണുന്നത്. എല്ലാം നഷ്ടപ്പെടുത്തി തന്റെ അവകാശവും വാങ്ങി പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പിതാവുമായുള്ള ബന്ധം മുറിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന പുത്രൻ. പക്ഷേ അവൻ മനസ്തവിച്ച് തിരികെ പിതാവിന്റെ ഭവനത്തിലേക്ക് എത്തിക്കഴിയുമ്പോ, പിതാവിന്റെ സന്നിധിയിലേക്ക് തിരികെ വന്നു കഴിയുമ്പോ ഇരു കൈകളും നീട്ടി അവന്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് അവനെ സ്വീകരിക്കുകയും അവൻ നഷ്ടപ്പെടുത്തിയതെല്ലാം അവന് തിരികെ നൽകി, അവന് പുത്രസ്ഥാനം തിരികെ നൽകി, അവന് എല്ലാ അവകാശങ്ങളും തിരികെ നൽകി അവനെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന പിതാവിന്റെ കരുണയാണ് നമ്മൾ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ദൈവത്തിന്റെ കരുണ നമ്മിലേക്ക് സമർത്ഥമായിട്ട് ചൊരിയപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവ കരുണയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. തിരുസഭയിൽ ദൈവ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം ക്രിസ്തുവിന്റെ നിർദ്ദേശമനുസരിച്ച് തന്നെയാണ്. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ക്രിസ്തു നൽകിയ നിർദ്ദേശമനുസരിച്ചാണ്. ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നിങ്ങൾ ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ കരുണ സമർത്ഥമായിട്ട് അന്നേ ദിവസം ഞാൻ നിങ്ങളുടെ മേലെ ചൊരിയും എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ വാഗ്ദാനം. എന്റെ കരുണയുടെ അഗാധതയിൽ നിന്ന് ഈ തിരുനാള് ഉത്ഭവിക്കുന്നു. എന്റെ മൃദുലമായ കരുണയുടെ ആഴത്തില് ഇത് സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ദൈവകരുണയുടെ തിരുനാളിനെ പറ്റി വിശുദ്ധ ഫൗസ്റ്റീന തന്റെ ഡയറി കുറിപ്പില് 420 പാരഗ്രാഫില് ക്രിസ്തുവിന്റെ വെളിപാട് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ കരുണ സമർത്ഥമായിട്ട് വർഷിക്കപ്പെടുന്ന ഒരു ദിവസം. കർത്താവിന്റെ കരുണ നേടാനായിട്ട് എങ്ങനെയാണ് നമുക്ക് കർത്താവിന്റെ കരുണ നേടാൻ സാധിക്കുന്നതെന്ന്, എങ്ങനെയുള്ളവർക്കാണ് കർത്താവിന്റെ കരുണ ലഭിക്കുന്നതെന്ന് വിശുദ്ധ സുവിശേഷത്തിൽ ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തില് സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ കർത്താവ് പറയുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളില് കരുണയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഭൃത്യനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. ഒരു യജമാനൻ തന്റെ ഭൃത്യന് അവന്റെ കടങ്ങളെല്ലാം ഇളച്ചു കൊടുക്കുകയാണ്. അവന്റെ കടങ്ങൾ വീട്ടി തീർക്കാനായിട്ട് അവന് മാർഗമില്ല. പിന്നെ ആ യജമാനന്റെ മുമ്പില് മാപ്പപേക്ഷിക്കുക, യജമാനന്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുക എന്നത് മാത്രമേ അവന്റെ മുൻപിൽ മാർഗമുള്ളൂ. ഭൃത്യന്റെ പ്രാർത്ഥന കേട്ട്, ഭൃത്യന്റെ അപേക്ഷ കേട്ട് ആ യജമാനൻ ഭൃത്യനോട് കരുണ കാണിക്കുകയാണ്. അവന്റെ കടങ്ങളെല്ലാം ഇളച്ചു കൊടുത്ത് അവനെ സ്വതന്ത്രനാക്കി വിടുകയാണ്. പക്ഷേ അവൻ തനിക്ക് ചെറിയ കടപ്പാടുള്ള തന്റെ സഹദാസനെ കാണുമ്പോൾ, ചെറിയ തുക തനിക്ക് തന്നു കിട്ടാനുള്ള തന്റെ സഹദാസനെ കാണുമ്പോൾ അവനോട് കരുണയില്ലാതെ പ്രവർത്തിക്കുകയാണ്. അവന്റെ കടങ്ങൾ വീട്ടുപോലും അവനെ സഹദാസനെ അവൻ കാരാഗ്രഹത്തിൽ അടച്ചു എന്നാണ് യേശു പറയുന്നത്. തുടർന്ന് ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഇത്ര വലിയ കരുണ കാണിച്ചപ്പോ നിന്റെ സഹോദരനോട് കരുണ കാണിക്കുവാൻ നീ കടപ്പെട്ടവനായിരുന്നു. ഇത്രയേറെ കരുണ ഞാൻ നിന്നോട് കാണിക്കുമ്പോ നിന്റെ സഹോദരനോട് കരുണ കാണിക്കുവാനായിട്ട് നീ കടപ്പെട്ടവനാണ്. ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ കരുണ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കൂടി ഈ തിരുനാൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ക്രിസ്തു ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 724-ാമത്തെ പാരഗ്രാഫിൽ കുറിച്ചിട്ടിരിക്കുകയാണ്, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കരുണ കൊടുക്കാനായിട്ട് നിങ്ങൾ സന്നദ്ധരാവുക. അപ്പോഴാണ് ദൈവകരുണയുടെ തിരുനാള് കൂടുതൽ അർത്ഥവത്തായി തീരുന്നത്, കൂടുതൽ കൃപാപൂർണമായി തീരുന്നത്. നമ്മളെല്ലാം അനുദിന ജീവിതത്തിൽ കർത്താവിന്റെ കരുണ ഒത്തിരിയേറെ ആസ്വദിക്കുന്നവരാണ്. കുംഭസാരം എന്ന കുദാശയിലൂടെ, വിശുദ്ധ കുർബാന എന്ന കുദാശയിലൂടെ ഓരോ ദിവസവും കർത്താവിന്റെ കരുണ സമർത്ഥമായിട്ട് അവർ നമ്മിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ കർത്താവിന്റെ കരുണ നമ്മൾ സ്വീകരിക്കുമ്പോ
മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. ക്രിസ്തു പറയുന്നുണ്ട്, കൂടുതൽ നൽകുന്നവനിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും. കർത്താവ് നമുക്ക് ഒത്തിരിയേറെ നൽകിക്കൊണ്ടിരിക്കുക, കരുണ സമർത്ഥമായിട്ട് നൽകിക്കൊണ്ടിരിക്കുക. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും എല്ലാ കൂദാശകളിലൂടെയും കരുണ സമർത്ഥമായിട്ട് കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഇത്രയേറെ കരുണ നമുക്ക് കർത്താവ് തരുമ്പോ നമ്മിൽ നിന്ന് കർത്താവ് തിരികെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവകരുണയുടെ തിരുനാള് ഒത്തിരിയേറെ അനുഗ്രഹങ്ങള് വർഷിച്ചുകൊണ്ടിരിക്കുന്ന തിരുനാളാണ്. ആ ദിവസം എന്റെ അനുകമ്പാത്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദ വരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നു വിടും. ദൈവത്തിന്റെ വരപ്രസാദങ്ങൾ മനുഷ്യനിലേക്ക് ഒഴുകുന്ന എല്ലാ ചാലുകളും ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ ഞാൻ തുറന്നു വിടും. നിങ്ങളിലേക്ക് ദൈവത്തിന്റെ കരുണ സമർത്ഥമായിട്ട് വർഷിക്കും. ദൈവത്തിന്റെ കൃപയും കരുണയും മഹാസമുദ്രം പോലെ നിങ്ങളിലേക്ക് ഒഴുകി വരുമെന്നാണ് വിശുദ്ധ ഫൗസ്റ്റീന തന്റെ ഡയറി കുറിപ്പിൽ 699 പാരഗ്രാഫില് ക്രിസ്തുവിന്റെ വെളിപാട് കുറിച്ചു വച്ചിരിക്കുന്നത്. കരുണയുടെ തിരുനാള് എല്ലാ പാപികൾക്കും വേണ്ടി കർത്താവ് സമർപ്പിക്കുകയാണ്. എല്ലാ പാപികളെയും തന്റെ കരുണയിലേക്ക് കൂടുതലായിട്ട് ആശ്രയിക്കാനുള്ള ഒരു ദിവസമായിട്ട് എല്ലാ പാപികളും ഇന്നേ ദിവസം എന്റെ കരുണയിൽ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നെങ്കിൽ എന്നാണ് കർത്താവ് പറയുന്നത്. ഫൗസ്റ്റീന ഡയറി കുറിപ്പിൽ 1109 പാരഗ്രാഫിൽ എഴുതിയിരിക്കുക, എല്ലാ പാപികളും എന്റെ പക്കലേക്ക് ഇന്നേ ദിവസം എന്റെ കരുണയിൽ ആശ്രയിച്ച് എന്റെ പക്കലേക്ക് വന്നിരുന്നെങ്കിൽ, എന്റെ കരുണയിൽ ആശ്രയിക്കുകയാണ് അവരുടെ രക്ഷയ്ക്കുള്ള ഏക മാർഗം. അവര് ഇന്നേ ദിവസം വരുമ്പോ എന്റെ കരുണ ഞാൻ അവർക്ക് സമർത്ഥമായിട്ട് വർഷിക്കും. എല്ലാ പാപികളും, നിങ്ങളുടെ പാപങ്ങള് എത്ര കടുംചെവപ്പാണെങ്കിലും എന്റെ കരുണയിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ലെന്നാണ് കർത്താവ് പറയുന്നത്. എന്റെ കരുണയിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരു പാപിയും, എത്ര പാപത്തിന്റെ അഗാധതലങ്ങളിൽ കിടക്കുന്നവനും ഒട്ടും ഭയമില്ലാതെ നിങ്ങൾക്ക് കടന്നു വരാം. ഫൗസ്റ്റീനായിലൂടെ യേശു പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനിയും കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോ, കരുണയുടെ ഈശോയുടെ മുൻപിൽ നിൽക്കുമ്പോ ഒരു ഭക്തന്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് കരുണയുടെ ഈശോയുടെ ചിത്രത്തിന്റെ ചുവടിൽ കുറിച്ചിട്ടുണ്ട്. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ദൈവമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോ ഒത്തിരിയേറെ കരുണ വർഷിക്കുമ്പോ ഈശോയുടെ കരുണയിൽ കൂടുതലായിട്ട് ശരണപ്പെടാൻ, കർത്താവിൽ കൂടുതലായിട്ട് ശരണപ്പെടാനുള്ള ഒരു ആഹ്വാനം കൂടി ഇന്നത്തെ ദിവസം നമുക്ക് നൽകുകയാണ്. എങ്ങനെ ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പില് 742 പാരഗ്രാഫില് ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫൗസ്റ്റീനെ കുറിച്ച് വയ്ക്കുകയാണ്. സാഘോഷം തിരുനാൾ ആഘോഷിച്ചും എന്റെ ഛായാചിത്രത്തെ വണങ്ങിയുമാണ് നിങ്ങൾ കരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത്. സാഘോഷ തിരുനാൾ ആഘോഷിച്ച് എന്റെ ഛായാചിത്രത്തെ വണങ്ങിയുമാണ് നിങ്ങൾ തിരുനാൾ ആഘോഷിക്കേണ്ടത്. നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്നുള്ളതിന്റെ പ്രതീകമായിട്ട് നിങ്ങളുടെ മുൻപിൽ എന്റെ കരുണയുടെ ചിത്രം നിൽക്കുകയാണ്. മറ്റുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം എന്നുള്ളതിന്റെ വലിയ പ്രതീകമായിട്ട് കരുണയുടെ ഈശോയുടെ ഛായാചിത്രം നമുക്ക് മുൻപിൽ നിൽക്കുകയാണ്. ഇന്നേ ദിവസം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ കരുണയുടെ വക്താക്കളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന്. ദൈവത്തിന്റെ കൃപയും കാരുണ്യവും ഒരു മഹാസമുദ്രം പോലെ നമ്മിലേക്ക് ഒഴുക്കുന്ന ഈ കരുണയുടെ ദിവസത്തില് കൂടുതൽ അങ്ങിൽ ആശ്രയിച്ചു നിൽക്കുവാനായിട്ട്, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ടുള്ള വലിയ കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ, അനുദിനത്തില് മറ്റു കൂദാശകളിലൂടെ എല്ലാം നിന്റെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കുമ്പോൾ, അത് ഞങ്ങള് അവോളം അങ്ങയുടെ കരുണയെ ആസ്വദിക്കുമ്പോൾ മറ്റുള്ളവരോടും കരുണ കാണിക്കുവാനുള്ള വലിയൊരു മനോഭാവം, അങ്ങയുടെ കരുണയിൽ കൂടുതലായിട്ട് ആശ്രയിക്കുവാനുള്ള മനോഭാവം, എന്ത് പാപം ചെയ്താലും അങ്ങയുടെ കരുണ ഞങ്ങളെ വീണ്ടെടുക്കുമെന്നുള്ള ആ ഒരു ചിന്ത, പാപത്തിൽപ്പെട്ട് നിരാശയുടെ തലങ്ങളിലേക്ക് കൂപ്പുകുത്താതെ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് കർത്താവ് കരുണ വർഷിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ കർത്താവിൽ ആശ്രയിക്കുവാനുള്ള വലിയ കൃപ കർത്താവായ യേശുവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഇന്നേ ദിവസം ഈ വിശുദ്ധ ബലിമധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തിരുനാളിന്റെ പങ്കെടുങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.